ഹായ് ഗായ്സ്, അഫ്ഗാനി സ്പൈസി ചില്ലി ചിക്കനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 1/2 kg ചിക്കനാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ മിക്സിയിൽ പെട്ടെന്ന് അരിയാൻ വേണ്ടിയിട്ട് ഞാനത് ചെറുതാക്കി ഒന്ന് നുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി ഒരിടത്തരം വലുപ്പമുള്ള വലിയ ഉള്ളിയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ മല്ലിയില. ഒരു പിടി മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ്റെ റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് ഈ മല്ലിയിലയാണ്. ഇനി കുറച്ച് തക്കാളിയും കൂടെ വേണം. ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും കൂടെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക് മതി. നമ്മൾ ഇതിലോട്ടിനി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും മുളക് മതി കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് വളരെ കുറച്ച് മല്ലിപ്പൊടിയാണ്. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, നമ്മുടെ റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു ചെറിയ സ്പൂൺ, 2 സ്പൂൺ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലയാണ്. അതും ഇതിൽ ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. ഇനി ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഗരം മസാലയാണ്. ഒരു നുള്ള് ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഓവറായി പോയാൽ അതൊരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അവസാനമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയിലോട്ട് ഇടുന്നതിന് മുന്നേ നമ്മുടെ ഏറ്റവും ടേസ്റ്റ് നൽകുന്ന നമ്മുടെ അഫ്ഗാനി ചില്ലി ചിക്കന് ടേസ്റ്റ് നൽകുന്ന ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ചെറിയ ജീരകം, അതുപോലെ തന്നെ കസൂരി മേത്തിയും. അതും കുറച്ച് ഞാൻ അതിലോട്ട് ഒരു പിടി കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ അരക്കുന്ന സമയത്ത് കുറച്ച് വിനീഗർ, സുർക്ക അതിലോട്ട് ചേർക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ അതിൽ തക്കാളിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിലുള്ള വെള്ളം തന്നെ നമുക്കിത് അരയാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിക്സിയിലോട്ട് ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സുർക്കയും കൂടെ, നമ്മുടെ വിനേഗറും കൂടെ ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ച് വിനേഗർ ചേർത്താൽ മതി, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1 സ്പൂണൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഞാനത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഈ അരപ്പ് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. നല്ല രീതിയിൽ തന്നെ അത് ചിക്കനിലോട്ട്
തേച്ച് പിടിപ്പിക്കുക. അരക്കുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ വെള്ളമൊന്നും നിങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന്. കണ്ടോ, നമ്മൾ ആ തക്കാളിയും വലിയുള്ളിയും ഒക്കെ അരഞ്ഞ് കഴിഞ്ഞപ്പോൾ അതരയാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് മൂടി വയ്ക്കുക. പറ്റുന്നവർ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അത് ടേസ്റ്റി ആയിട്ട് മാറും. ഞാനിപ്പോൾ അത് ഒരു അരമണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഏറ്റവും നല്ലത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കുന്നതാണ് കേട്ടോ. ഞാനിനി ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഞാൻ ഒരു കഷ്ണം ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ അത്യാവശ്യം മെൽറ്റ് ആയതിന് ശേഷം നമുക്കതിലോട്ട് ചിക്കൻ ചേർത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഞാൻ ചിക്കൻ ചേർക്കുകയാണ്. ഓരോന്നായിട്ട് ബട്ടറിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ഉള്ളൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് അതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് ഓരോ ചിക്കനും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മറ്റേ സൈഡും വേവാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ ഞാൻ ഏകദേശം എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ അതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു അഫ്ഗാനി ടൈപ്പ് ചില്ലി ചിക്കനാണ്. ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. താങ്ക് യു.